പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മോനെ സ്കൂളിൽ അയക്കുന്ന തിരക്കിലാണ്. അപ്പം അവനെ കുറച്ച് കഴിക്കാനൊക്കെ കൊടുക്കാൻ പോവാണ്. മടിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കഴിക്കാനൊക്കെ. നമ്മൾ കൊടുത്താലും ഭയങ്കര അത് ഒരു 2-3 സ്പൂണൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ കഴിക്കാൻ അത് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് കൊച്ച്. അപ്പോൾ ഫുട്ബോൾ കളിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അവന് ഫുട്ബോൾ കളിച്ച് സമയത്ത് കൊണ്ട് കൊടുത്താണെങ്കിൽ ഇച്ചിരി കഴിച്ചോളും. അങ്ങനെ ഞാൻ അങ്ങനെ പ്ലാൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവനെ സ്കൂളിൽ നിന്ന് ആക്കുന്ന ഡാഡിയാണ്. അപ്പം കൊണ്ടുവിടാനുള്ള ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവന് ചെരുപ്പൊക്കെ ഇടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ എത്തിവിടാം. അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചെരുപ്പൊക്കെ. പിന്നെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ 9:15 തുടങ്ങുന്ന. അപ്പോൾ 9 മണിയായപ്പം അവനെ കൊണ്ടുവിടാനുള്ള പ്ലാൻ ഡാഡി ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടേക്കാണ്. ടാറ്റാ. അപ്പോൾ മോൻ പോയി കഴിഞ്ഞ് ഞാൻ ഈ ചെടികളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് വാടി നിൽക്കുവാണ് ചെടിയെല്ലാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൊണ്ടൊഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള നമുക്ക് പുറം പണിയുണ്ട്, അകത്ത് കുറച്ച് വർക്കുകളും ചെയ്യാനുണ്ട്. അപ്പം ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹോം ക്ലീനിങ് വീഡിയോ ആണ്. പാത്രം കുറച്ച് കഴുകാൻ കിടപ്പുണ്ട്. അത് കഴുകി വെച്ചിട്ട് വേണം ആദ്യത്തെ പരിപാടി തുടങ്ങാൻ വേണ്ടി. കഞ്ഞി അടുപ്പത്തിടണം, കറി വെക്കണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അതിൻ്റെ അകത്ത് പുറത്ത് വാഷിംഗ് മെഷീനിലെ തുണിയെല്ലാം വിരിക്കാനുണ്ട്, അലക്കിയ തുണിയെല്ലാം വിരിക്കാനുണ്ട്. അത് വിരിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനിയും പുറത്ത് ഇറങ്ങി മുറ്റമൊക്കെ അടിച്ച് വരാൻ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് പരിപാടി എന്ന് പറഞ്ഞാൽ പാത്രം കഴുകുന്ന, രാവിലെ കുറച്ച് പാത്രം കിടപ്പുണ്ട്, അത് കൈയോടെ കഴുകി വെക്കുകയാണ്. അപ്പോൾ തീർത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേറെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പം വീഡിയോ കുറച്ച് ലെങ്തി ആണെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പാത്രം കഴുകാനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മളെന്തെങ്കിലും ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിലുണ്ടല്ലോ, പാത്രം വന്ന് കഴുകുക. കാരണം എന്താ വെച്ചാൽ ഡിപ്രഷൻ മീൻസ് നമ്മുടെ സങ്കടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പാത്രം വന്ന് കഴുകുക, നമ്മളത് നല്ലതായിട്ട് റിക്കവർ ആകാൻ പറ്റുമോ എന്ന് വെച്ചാണ് ഇങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചാണ്. നമ്മൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കണം, നമ്മുടെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ പ്രക്രിയ നടത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മുടെ മനസ്സും അങ്ങനെ ക്ലീൻ ചെയ്ത് വിടുമെന്നാണ് നമ്മളൊരു പുസ്തകത്തിൽ വായിച്ചത്. അപ്പം ഞാൻ പുസ്തകങ്ങളൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഹസ്ബൻഡ് കുറേ പുസ്തകങ്ങളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വായിക്കുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ വൈകിയാണെങ്കിലെന്ന് പറഞ്ഞാൽ റീജ ബീഗത്തിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുകഥ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ചെറുകഥയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും പുസ്തകം വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മനസ്സ് നല്ല റിയലായിട്ട് നമ്മൾ ഫ്രഷ് ആവുകയും ചെയ്യും, നല്ല പുസ്തകങ്ങൾ അറിവ് നേടുകയും ചെയ്യാം. അപ്പം പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ല ഒരു പ്രക്രിയയാണ്. ഞാനും വീട്ടിലിരുന്നപ്പോൾ വായിക്കുന്ന കാര്യത്തിലോട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയതുകൊണ്ട് ഞാനിങ്ങനെ വായിക്കുന്നുണ്ട് ഇപ്പം. അതുകൊണ്ട് മനസ്സെല്ലാം ക്ലിയർ ആയിട്ടിരിക്കുകയാണ്, നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് ഇതൊക്കെ. അപ്പം നിങ്ങളോടും ഞാനിങ്ങനെ വീട്ടമ്മമാരോട് പറയുന്നു, പുസ്തകങ്ങളൊക്കെ വായിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിന് നല്ല ഒരു സ്ട്രെങ്ത് കിട്ടുകയും ചെയ്യും. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫ്രീ ടൈം ഉണ്ടല്ലോ, നമ്മൾ അടിച്ചു വാരാൻ തുടങ്ങി കഴിഞ്ഞ് നമുക്ക് ഫ്രീ ടൈമുള്ള സമയങ്ങളിൽ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുവാണെങ്കിൽ നല്ലൊരു പുതിയൊരു അനുഭൂതിയായിരിക്കും എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ പാത്രമൊക്കെ ഏകദേശം കഴുകി കഴിയാറായി. സിങ്ക് കൂടെ വൃത്തിയാക്കിയാൽ മതി. ഇനി നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട്. മോൻ്റെ യൂണിഫോം അലക്കാനുണ്ടായിരുന്നു, അത് നമ്മൾ അലക്കി ഇനി വിരിച്ചിടണം. അപ്പോൾ കുറച്ച് തുണിയും കൂടെ നമ്മൾ അലക്കി വെച്ചിട്ടുണ്ട്. ഇതിനി അലക്കാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് വരണം, അത് വാഷിംഗ് മെഷീനിൽ ഇടണം. ഇതൊക്കെ തന്നെ പരിപാടി. നമ്മൾ ഈ യൂണിഫോം ഒന്ന് അലക്കിയെടുക്കണം. നാളെ ഇട്ടുകൊണ്ട് പോകുന്ന യൂണിഫോമാണ്. അപ്പം വീട്ടമ്മമാർക്ക് എപ്പോഴും ഉണ്ടായി കൊച്ചുപിള്ളേർ യൂണിഫോം അലക്കാൻ
അത് ഉണക്കിയെടുക്കാമെന്നൊക്കെയുള്ള പ്രക്രിയ. ഇതിപ്പോൾ നല്ല ചൂട് സമയമായതുകൊണ്ട് നമ്മൾ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. ഇനി നമ്മൾ ഈ തുണി കൊണ്ട് വിരിച്ചിടാം, അഴയിൽ വിരിച്ചിടാം. അപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ മൊത്തം കരികിലെല്ലാം കിടക്കുന്നത് കണ്ടിട്ട്. അത് നമ്മുടെ വീട്ടിൻ്റെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന കരികിലയാണ്. നമുക്കൊരു പ്ലാവുണ്ട്, ആ പ്ലാവിൽ നിന്ന് വീഴുന്ന കരികിലയാണ്. അത് ഉണക്ക സമയമായതുകൊണ്ട് പെട്ടെന്ന് ഒത്തിരി കരികില വീണ് കിടപ്പുണ്ട്, ഇലയൊക്കെ വീണ് കിടപ്പുണ്ട്. അതൊക്കെ അടിച്ച് വൃത്തിയാക്കി വെക്കണം. ഇനി തുണി വിരിക്കുന്നതെല്ലാം ഇനിയിപ്പം നല്ല വെയിലുള്ള സ്ഥലത്താണ് തുണി വിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് തുണിയെല്ലാം വിരിച്ച് എടുത്ത് മടക്കി വെക്കാം. അതാണ് എൻ്റെ പ്ലാന്. കരികില ഇനി അടിച്ച് വാരി എടുക്കണം, അത് ഒരു പണി തന്നെയാണ്. അത് നമ്മുടെ പ്ലാവയിൽ നിന്ന് വീഴുന്ന കരികില ആയതുകൊണ്ട് ഇച്ചിരി ഒത്തിരി കരികില ഉണ്ടല്ലോ. അതൊക്കെ ഇനി വൈകുന്നേരം മാത്രം ഇനി എല്ലാം കൂട്ടിയിട്ടിട്ട് വേണം കത്തിച്ച് കളയാനൊക്കെ ഇനി കരികിലയൊക്കെ. അപ്പോൾ തൂത്തുവാരുവാണ് ഞാനിപ്പം. കറക്റ്റുകാരിയിലൊക്കെ ഭയങ്കര കരികില കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ തൂത്തുവാരി വൃത്തിയാക്കിയിടുവാണ്. നമ്മൾ എക്സസൈസ് പോലെയാണല്ലോ നമ്മളൊക്കെ തൂത്തുവാരുന്നത്. നമുക്ക് കരികില അടിച്ച് വരുമ്പോഴത്തേക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്യുവാണ്. അപ്പം നമ്മുടെ വീട്ടിൽ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ കരികിലയൊക്കെ അടിച്ച് വരാറുള്ളത് സാധാരണ. ഇപ്പം ഞാൻ തുണി കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ ഒത്തിരി ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അടിച്ച് വരണം തോന്നിയപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഫ്രണ്ടിലെ മുറ്റം കൂടെ അടിച്ച് വരണം. വൈകുന്നേരങ്ങളിൽ കയറിക്കഴിഞ്ഞ് അടിച്ച് വരണമെന്നാണ് വൈകുന്നേരങ്ങളൊക്കെ സമയത്ത്. ഇതൊക്കെ തന്നെ എൻ്റെ വീട്ടിലെ പണിയെന്ന് പറഞ്ഞു. പിന്നെ ഇത് അടിച്ച് വരുമ്പോൾ സമയത്ത് മൂക്കിൽ പൊടി കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മൂക്ക് കെട്ടിയിട്ടൊക്കെ അടിച്ച് വരാൻ. പക്ഷേ അലർജി ഉള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പൊടി കയറുന്നത്. ഇപ്രാവശ്യത്തെയും കൂടെ മുറ്റം അടിക്കുന്നുണ്ട് ഞാൻ. ഇവിടെ കരികില മൊത്തം ഉണ്ടായിരിക്കുന്നു. പക്ഷേ പ്ലാവ് ഉള്ളതുകൊണ്ട് കരികില ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം അടിച്ചു വാരി കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഡാഡിയുണ്ട്, ഡാഡിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്ക് കയറി പോകാൻ അടുക്കളയിലോട്ട്. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരി കഴിഞ്ഞ് നമ്മൾ വീട്ടിലുള്ള അകത്ത് കയറി പോകുന്നു. അപ്പോൾ ഡാഡി പറഞ്ഞു തേങ്ങ തരണ്ടി തരാമെന്ന് ചോദിച്ചപ്പം ഞാനിങ്ങനെ തേങ്ങ തരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ നമ്മളെ വീട്ടിലുണ്ടാകുന്ന തേങ്ങയാണിത്. പൊതിച്ച് ചിരണ്ടണമായിരുന്നു. അപ്പോൾ ഞാൻ പൊതിച്ചിട്ടൊക്കെ ഒന്ന് ചിരണ്ടി കഴിക്കാൻ തേങ്ങ ഒരു മുറി തേങ്ങ ചിരണ്ടിരുന്നുണ്ട്. ഇത് വളരെ ഈസിയാണ് ചിരണ്ടാനൊക്കെ. നമ്മൾ ചിലരിങ്ങനെ മിക്സിയിലിട്ട് പൊളിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. പക്ഷെ അതുപോലെയൊക്കെ നല്ല സുഖം ചിരണ്ടെടുക്കുന്നത്. നിന്നുകൊണ്ട് ചിരണ്ടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പം ഇവിടെ ചിരവയുണ്ട്, പക്ഷേ എന്നാൽ നിന്നുകൊണ്ട് ചിരണ്ടുന്ന ചിരവയായതുകൊണ്ട് അതേപോലെ വന്നിട്ട് ചിരണ്ടുന്നത് സ്റ്റോർ റൂമിലോട്ട് വന്നിട്ട് ചിരണ്ടുവാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള തേങ്ങയായതുകൊണ്ട് ഇടയ്ക്ക് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. തേങ്ങ ചിരണ്ടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ അതിന് ഈ പുട്ടിലോട്ട് ചേർക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവെക്കണം. ഉണ്ടാകാനോ? അത് നല്ലതായിരുന്നു അല്ലേ? ഇപ്പോൾ ഒരു കാഴ്ച കാണിക്കാം നിങ്ങളെല്ലാവരെയും. ഞാൻ തുണി വിരിക്കാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കണ്ട കിളികൾ, കുറച്ച് കുഞ്ഞി കിളികൾ ഈ വെള്ളം കുടിക്കാനൊക്കെ നമ്മൾ നിൽക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. വേനൽക്കാലമായതുകൊണ്ട് ഭയങ്കര ദാഹമുള്ളതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തിപ്പെറുക്കിക്കൊണ്ടിരിക്കുക. അവിടെ 2-3 കിളികളുണ്ട്. നമ്മളെ ആൾക്കാരെ കണ്ടിട്ട് പോലും പറന്നു പോകുന്നില്ല. അത് ഇങ്ങനെ അങ്ങനെ ചെടിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കൊത്തിപ്പെറുക്കുകയാണ്. കണ്ടോ? ഞാൻ അടുത്ത സൂം ചെയ്ത് കാണിക്കാം. ഇങ്ങനെയുള്ള ചെറിയ കിളികളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കിളികളുടെ കലാകാരവും കേട്ട് നമുക്ക് നല്ല എൻജോയ്മെൻ്റ് അല്ലേ നമ്മൾ പ്രകൃതിയിലോട്ട് നോക്കുമ്പോൾ. നല്ല പോസിറ്റീവ് എനർജി അല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ച് കിളികളെയൊക്കെ. അപ്പം കൊണ്ടോ പറന്ന് പോകുന്നില്ല, ഇങ്ങനെ നമ്മളെ കണ്ടുകൊണ്ട് തന്നെ നിൽക്കും. അടുത്തൂടെ പോയാൽ പറന്ന് പോവും. ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഉണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ കിളിയുടെയും ചെടിയുടെയും കളർ ഒരുപോലത്തെ ആയതുകൊണ്ട് അപ്പം നിങ്ങളത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടോ കിളികൾ? അപ്പം നമ്മൾ പുട്ടുണ്ടാക്കാൻ അടുക്കളയിലോട്ട് കയറി വന്നു. ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുക്കർ പുട്ടാണ് ഉണ്ടാക്കുന്നത്. കുക്കർ ഇങ്ങനെ ഇത് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്ന പുട്ടാണിത്. നല്ല ടേസ്റ്റി ആയിരുന്നു. പപ്പടവും പഴവും കൂടെ കൂട്ടി ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസുകളൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയായിരിക്കുക.
പോസിറ്റീവ് കമൻസ് അല്ലാത്ത നെഗറ്റീവ് കമൻസ് എന്തായാലും വേണമെങ്കിലും നിങ്ങൾ എഴുതി അയക്കാവുന്നതാണ്. അതിങ്ങനെ പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എഴുതി അയക്കണം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടാറ്റാ ബൈ ബൈ.